എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. FRR കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി വെണ്ടയ്ക്ക തീയലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉണ്ടാക്കി ഇതേ കണ്ടോ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഇട്ടൊന്ന് സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കണ്ടോ, അതാ നല്ല തകർപ്പൻ ടേസ്റ്റി വെണ്ടയ്ക്ക തീയൽ. നമുക്കന്നേരം വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് വാളംപുളി അത് എടുത്തിട്ടുണ്ട്. അതാ ഒരു നെല്ലിക്ക വലിപ്പം എന്ന് പറയാം. അത് ചെറിയ ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചേക്കുന്നത്. അത് നമുക്ക് മൂടി അങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് നമുക്ക് പിന്നീടാണ് ആവശ്യമുള്ളത്. അതവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ അരപ്പാണ് റെഡിയാക്കേണ്ടത്. അതിനായിട്ട് ഒരു മുറി തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തതാണേ. അടിച്ചെടുത്തത് മീൻസ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തത്, ചിരണ്ടി എടുക്കുന്ന മാതിരി അങ്ങനെ എടുത്തതാണ്. നമുക്കിനി ചെറിയ ലോ ഫ്ലെയിമിൽ നമുക്കിത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കണം. ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണമേ. അപ്പോൾ ഇത് അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് ഒരു സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണേ. ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുത്തേക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമുക്കിത് ബ്രൗൺ കളർ ആകുന്നിടം വരെ വാർത്തെടുക്കാം. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തത് ഒരു പകുതി മൂപ്പായിട്ടുണ്ട്. കുറച്ച് 5-6 ചെറിയ ഉള്ളി രണ്ടായിട്ട് മുറിച്ച് ഞാൻ അതിൻ്റെ കൂടെ ഇട്ട് വറുക്കുവാണ്. പിന്നെ കുറച്ച് കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. നമ്മൾ മീഡിയം ലോ ഫ്ലെയിമിലാണ് നമ്മളിത് ഇങ്ങനെ വറുത്തെടുത്തത്. ഇതാണ്ടോ, ഈ പരുവത്തിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാലകൾ ചേർക്കാം. ഒരു 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ തേങ്ങയുടെ മുകളിൽ തന്നെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി അതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കണ്ടോ, അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മസാലകൾ നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ പരുവത്തിൽ നമ്മൾ വറുത്തെടുക്കണം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണമേ. പിന്നെ തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ. ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞാണ് അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെണ്ടയ്ക്ക ഒരു 250 ഗ്രാം വെണ്ടയ്ക്കയുണ്ട്. അത് നന്നായിട്ട് കഴുകി രണ്ടായിട്ട് മുറിച്ചതാണ്. അത് ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയാൽ മാത്രം മതി. നന്നായിട്ട് വഴന്ന് വരട്ടെ. നമ്മുടെ വെണ്ടക്ക ഇട്ട് കൊടുത്ത് അതിൻ്റെ കിളുകിളുപ്പൊക്കെ മാറിയിട്ടുണ്ട് കണ്ടോ. പിന്നെ അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി, വലിയ ചെറിയ ഉള്ളിയൊക്കെ ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. അത് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല രീതിയിലൊന്ന് വഴറ്റാം. കണ്ടോ, ഇത് 2 ഉള്ളി ഇട്ട് കൊടുത്തത് നമ്മുടെ വെണ്ടയ്ക്കായും പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റണം. ഇളക്കി വഴറ്റിയെടുക്കണം. അടുക്കി പിടിക്കരുത്, കരിക്കരുത്. അങ്ങനെ നമുക്ക് ഇളക്കി വഴറ്റിയെടുത്തുകൊണ്ട് വരാം. ഇത് നമ്മുടെ വെണ്ടക്ക എല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇനി നമ്മളതിലേക്ക് നമ്മുടെ നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പ് അതിലോട്ട് ചേർക്കുവാണേ. വേണ്ട, ഇത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ചൂടായിക്കോട്ടെ, നല്ലതായിട്ടൊന്ന് ചൂടാകട്ടെ. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ അരപ്പ് ബാക്കിയുള്ളതേ ഒന്ന് കഴുകി കൂടെ ഒഴിക്കാം.
നന്നായിട്ട് ചൂടാവട്ടെ, നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഉണ്ടോ? ഇനി നമ്മളിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന പുളി വെള്ളം അരിച്ചെടുത്തതാണേ, അതും കൂടെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോഴേ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് തിളപ്പിച്ച് കുറുക്ക് പരുവം ആക്കിയെടുക്കാം. നമ്മുടെ തീയലൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരുവത്തിൽ വേണം നമ്മൾ തീയലുണ്ടാക്കി എടുക്കാൻ കണ്ടോ. ഇനി നമുക്ക് താഴോട്ട് ഇറക്കി വെക്കാം. താഴോട്ട് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇനി ഇതിന് വറ താളിക്കുവാണേ. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഒരു 2-3 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരട്ടെ. ഒഴിച്ചു കൊടുത്ത എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ തിരികെ കുറച്ച് താത്തി വെക്കുവാണ്. എന്നിട്ട് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയ ഉടനെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി അതിട്ട് കൊടുക്കുവാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 2 ചുമല മുളക്, പറ്റൽ മുളക് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റാം. അതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവാണേ. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതാ കുറച്ച് കായം കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മുടെ വറയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഇടുവാണ്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. കണ്ടോ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി വെണ്ടക്ക തീയൽ കണ്ടോ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ അടച്ചു വെക്കുന്നതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുത്ത കായത്തിൻ്റെ മണമൊക്കെ നമ്മുടെ വെണ്ടയ്ക്ക തീയലിന് നല്ലതായിട്ട് പിടിച്ച് കിട്ടും. അതാണ് ഇതിനുള്ള ഗുണം. കണ്ടോ. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.